السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن اتبعهم بإحسان إلى يوم الدين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولأزواجنا ولذرياتنا ولمن ماتوا منا ولإخواننا ولأخواتنا لمن المصنفين الصالحين والعلماء العاملين والمصنفين والمحدثين والمفسرين والعلماء والفقهاء والأئمة كلهم أجمعين. اللهم وفقنا للتعلم والتعليم لخدمة دينك الإسلام مع العافية والدائمة والصحة والسلامة والخير يا رب العالمين. اللهم علمنا ما ينفعنا وانفعنا ما علمتنا وزدنا علما. الحمد لله على كل حال ونعوذ بالله من حال النار. آمين برحمتك يا رحمن الرحيم. റഹ്മാൻ നമ്മുടെ പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ ഹക്ക് ജാബർക്കത്തുകൊണ്ട് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയുടെ ഹക്ക് ജാബർക്കത്തുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാവങ്ങളും ദോഷങ്ങളും വിട്ടുകൊടുത്ത് മാഫാക്കി തരട്ടെ. നമ്മുടെ ജീവിതം തുടർന്നുള്ള ജീവിതം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായിട്ട് ആഫിയത്തോടുകൂടി ദീർഘായുസ്സ് അല്ലാഹു തആല നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ക്ഷീണം തളർച്ചയൊക്കെ ഇല്ലാതെയാക്കി അല്ലാഹു തആല ഖൈറും റാഹത്തും സന്തോഷവും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ഭാര്യ, സന്താനങ്ങൾ, സഹോദരി സഹോദരങ്ങൾ, നമ്മുടെ ബന്ധപ്പെട്ടവർ, അതുപോലെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, നമ്മുടെ ശിഷ്യഗണങ്ങൾ, അവർക്കെല്ലാം അല്ലാഹു തആല അവരെല്ലാ പാവങ്ങളെയും വിട്ടുകൊടുത്ത് മാഫാക്കി ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം ആഫിയത്തും ഹിദായത്തും സിഹത്തും സലാമത്തും അല്ലാഹു തആല നൽകുകയും അവസാനം അവരുടെയും നമ്മുടെയും ആഖിബത്തും ഖാത്തിമത്തും അല്ലാഹു നന്നാക്കി ഈമാൻ സലാമത്തായി മരണപ്പെട്ട് അല്ലാഹു ഇഷ്ടപ്പെട്ട സ്വാലിഹികളോടൊപ്പം ചേരാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരങ്ങളിലും നമ്മുടെ വീടുകളിലും കുടുംബങ്ങളിലും നമ്മുടെ ഭാര്യമക്കളിലും നമ്മുടെ ധനങ്ങളിലും നമ്മുടെ ജോലികളിലും നാം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മേഖലകളിലും അല്ലാഹു തആല ഖൈറും ബർക്കത്തും റാഹത്തും സന്തോഷം നൽകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങളും മക്കളും അവർക്കെല്ലാം അല്ലാഹു സലാമത്തും ആഫിയത്തും നൽകട്ടെ. അവിടെ ഉരുണ്ടുകൂടിയ ആ യുദ്ധസന്നാഹം അല്ലാഹു ഇല്ലാതെയാക്കി എല്ലാ പ്രശ്നങ്ങളും തീർത്ത് സമാധാനവും ശാന്തിയും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൾഫ് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിച്ച് ഈ പുണ്യമായ ദിനരാത്രങ്ങൾ സന്തോഷത്തോടു കൂടി തന്റെ കുടുംബത്തോടു കൂടി ജീവിക്കാനുള്ള അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും ഖൈറും റാഹത്തിലും സന്തോഷത്തിലും വിജയത്തിലും ആക്കട്ടെ. ആമീൻ റഹ്മത്തിക യാ റഹ്മാൻ റഹീം. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, പണ്ഡിതന്മാരെ, സയ്യിദന്മാരെ, ഏതാനും 2-3 ദിവസങ്ങൾക്കകം പരിശുദ്ധമായ റമദാൻ മാസം നമ്മോട് വിട പറയാൻ പോവുകയാണ്. ഈ റമദാൻ മാസത്തിൽ നാം നമ്മുടെ കഴിവിന്റെ പരമാവധി അനുസരിച്ച് ഇബാദത്തുകൾ ചെയ്യുകയും അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കി പരലോകത്തേക്കുള്ള വലിയ ഒരു മുതൽക്കൂട്ടാക്കുകയും അതോടൊപ്പം പരലോകത്ത് കുറയാത്ത വിധം ദുനിയാവിലും അതിന്റെ ഫലം അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. റമദാൻ മാസം കഴിയുന്നതോടുകൂടി നമുക്ക് വരാൻ പോകുന്ന മറ്റൊരു പുണ്യ ദിവസമാണ് പെരുന്നാൾ ദിവസം. പെരുന്നാൾ എന്നത് 2 ആഘോഷങ്ങളാണ് ഇസ്ലാം നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത്. ചെറിയ പെരുന്നാൾ ആഘോഷവും വലിയ പെരുന്നാൾ ആഘോഷവും. നമ്മുടെ ആഘോഷങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ഇബാദത്തുകൾ തന്നെയാണ്. ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് തന്നെയാണ് ആഘോഷങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കേണ്ടത്. അള്ളാഹുവിന് ഉറപ്പാകുന്ന അനിഷ്ടകരമായതൊന്നും ആ ദിവസങ്ങളിൽ ഒരിക്കലും ചെയ്യാൻ നമ്മൾ പാടില്ല. എല്ലാം ചെയ്യാനുള്ള ലൈസൻസ് ആണ് പെരുന്നാൾ പോലത്തെ ആഘോഷങ്ങൾ എന്ന് ചില സുഹൃത്തുക്കളും യുവാക്കളുമൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത് കാണാം. അത്തരം ആളുകളെ നാം അതിന് തടയുകയും ഒരു ഇബാദത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് ഇടയാക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാൻ വേണ്ടി അവരെ നാം പ്രോത്സാഹിപ്പിക്കേണ്ടതുമാണ്. പെരുന്നാൾ രാത്രി അതിവിശിഷ്ടമായ രാവുകൾപ്പെട്ടതാണെന്നും 5 രാവുകളെ ഹയാത്താക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് അള്ളാഹു റസൂൽ പറഞ്ഞ ആ രാവുകൾപ്പെട്ട രാവാണ് ചെറിയ പെരുന്നാൾ രാവ് എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നാം ആ രാത്രിക്ക് ഒരു പ്രത്യേകത കൽപ്പിക്കുകയും ആ രാത്രിക്ക് വെടിയൊട്ടിക്കാനും ഇറച്ചിയും മറ്റു സാധനങ്ങളും വാങ്ങാൻ വേണ്ടി ഓടിച്ചാടി നടക്കാതെ എന്തെങ്കിലും അള്ളാഹുവിന് പൊരുത്തപ്പെട്ട ഇബാദത്ത് ചെയ്യാൻ, എന്തെങ്കിലും ഒരു സൽക്രമം ചെയ്യാനും അള്ളാഹുവിന് തൃപ്തികരമായ ഒരമല് അന്ന് എടുക്കാൻ നമുക്ക് കഴിയുമോ എന്ന് നാം ശ്രദ്ധിക്കുകയും അതിനായിട്ട് നാം പരിശ്രമിക്കുകയുമാണ് വേണ്ടത്. പരിശുദ്ധമായ റമദാൻ മാസം
പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ അമലുകളൊക്കെ അള്ളാഹു താലാക്ക് കഴിവിന്റെ പരമാവധി നമ്മൾ ചെയ്ത് അതിൽ നാം സായൂജ്യം അടയുമ്പോഴാണ് ശരിക്കും നമുക്ക് പെരുന്നാളിന്റെ സന്തോഷമുണ്ടാകുന്നത്. റമദാൻ മാസം കഴിയുന്നതോടൊപ്പം ആ റമദാൻ മാസത്തിന്റെ പ്രധാന അമലാകുന്ന നോമ്പ്, ആ നോമ്പിന്റെ ലക്ഷ്യം നേടി വിട പറയാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസത്തിനോട് സലാം പറയുമ്പോൾ നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്ത് നരകമോചനം ലഭിച്ച മുത്തഖീങ്ങൾ അള്ളാഹു തആല ഉൾപ്പെടുത്തട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, റമദാൻ മാസത്തിന്റെ നോമ്പിന്റെ പ്രധാന ലക്ഷ്യം നമുക്കൊക്കെ അറിയാം. മനുഷ്യ ഹൃദയത്തിന്റെ കാഠിന്യം നീക്കി ഹൃദയത്തിൽ അലിവും അനുകമ്പയും ഉണ്ടാക്കലാണ് റമദാൻ നോമ്പിന്റെ ഒരു പ്രധാനമായ ലക്ഷ്യം. മറ്റൊരു ലക്ഷ്യം മനുഷ്യനിലെ മൃഗീയ സ്വഭാവം നീക്കലാണ്. ഈ ലക്ഷ്യം നേടിയവർക്ക് ഹൃദയകാഠിന്യം നീങ്ങുകയും അവന്റെ മനസ്സിൽ വന്നിട്ടുള്ള മൃഗീയ സ്വഭാവം ഇല്ലാതെയാവുകയും ചെയ്താൽ ഈ ലക്ഷ്യം നേടിയവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യമുണ്ട്. ഹൃദയകാഠിന്യമുള്ളവരെ ഒരിക്കലും അള്ളാഹു തആല ഇഷ്ടപ്പെടുകയില്ല. അള്ളാഹു തആല അവരെ വെറുക്കുന്നു. ഹൃദയകാഠിന്യത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഹൃദയകാഠിന്യത്തിന്റെ കാരണങ്ങൾ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ആയിദുൽ ഖർനി റളിയല്ലാഹു അൻഹു പറഞ്ഞതനുസരിച്ച് മഹാനവറുകൾ പറയാണ്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കാഠിന്യവും അതിന്റെ ഗൗരവവും അതിന്റെ ഫലവും വരാനുള്ള കാരണം ഒന്ന് പാപങ്ങളുടെ കൂമ്പാരമാണ്. അവൻ ചെയ്തു കൂട്ടുന്ന പാപങ്ങളുടെ കൂമ്പാരം കൊണ്ടാണ് ഹൃദയകാഠിന്യം ഉണ്ടാവുക. അള്ളാഹുവിനെ ധിക്കരിച്ചുള്ള ജീവിതം, ജീവിതത്തെക്കുറിച്ചുള്ള ലക്ഷ്യബോധമില്ലായ്മ, ദുഷിച്ച ചുറ്റുപാടുകൾ, ഇതൊക്കെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിനെ കഠിനമാക്കി കളയും. അതുപോലെ തന്നെ സമ്പന്നതയും അസഹിഷ്ണുതയും കാരണമുള്ള അവന്റെ അന്ധത, അവന്റെ കിബർ, അതുപോലെ തന്നെ ദുന്യാവിനോടുള്ള അവന്റെ ആർത്തി, ഒരു ശൈഖിന്റെയും മറ്റോ തെർബിയത്തില്ലാതെ അവന്റെ ആത്മീയമായ മുരടിപ്പ്, ഇതൊക്കെ ഹൃദയകാഠിന്യത്തിന് കാരണമാണെന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ആയിദുൽ ഖർനി റളിയല്ലാഹു തആല തങ്ങൾ പറയുമ്പോൾ ഹൃദയകാഠിന്യത്തിന് വേറെയും കാരണങ്ങൾ കാണാൻ കഴിയും. ഒന്ന്, ലഹ്കുൻ മിൻ ഗൈരി അജബിൻ, അത്ഭുതമില്ലാതെ ചിരിക്കുക. വെറുതെ അങ്ങനെ ചിരിക്കുക എന്നല്ല, പുഞ്ചിരിയല്ല, പൊട്ടിച്ചിരിക്കുക. ഒരു കാരണമല്ലോ ചിരി എന്ന് പറഞ്ഞാൽ തന്നെ അജബിന് വേണ്ടി അത്ഭുതത്തിന്റെ കാരണം കൊണ്ടുണ്ടാകുന്ന മനുഷ്യനുണ്ടാകുന്ന ഒരു പ്രത്യേക സ്വഭാവവും സന്തോഷവുമാണ് ചിരി എന്ന് പറയുന്നത്. അവർ അത്ഭുതമോ ചിരിക്കാനുള്ള കാരണങ്ങളൊന്നുമില്ലാതെ അങ്ങനെ പൊട്ടിച്ചിരിക്കുക. അതുപോലെ തന്നെ ലക്കുലൂമിൻ ഗൈരി ജൂഴി, വിശപ്പില്ലാതെ ഭക്ഷിക്കുക. വിശപ്പോന് വന്നിട്ടില്ല, വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട്, പൊള്ളയിലൊക്കെ അത്യാവശ്യമായതൊക്കെ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ പിന്നെയും ഇങ്ങനെ തിന്നാം. വൽ കലാമിൻ ഗൈരി ഹാജ, ആവശ്യമില്ലാതെ വെറുതെ സംസാരിക്കാം. ഈ മൂന്ന് കാര്യങ്ങളെ കൊണ്ടും ഹൃദയകാഠിന്യം ഉണ്ടാകുമെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ മുകാശഫത്തുൽ ഖുലൂബ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതായി കാണാൻ കഴിയും. അപ്പൊ ഹൃദയത്തിന്റെ കാഠിന്യം ഇല്ലാതെയാക്കുക, മൃഗീയമായ സ്വഭാവം ഇല്ലാതെയാക്കുക, അവന്റെ മനസ്സിൽ സ്നേഹവും അനുകമ്പയും ദയയും അലിവും വിനയവും ഉണ്ടാക്കി തീർക്കുക, ഇതൊക്കെയാണ് റമദാനിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം കൈവരിച്ചവനാണ് റമദാനിന്റെ പുണ്യം കരസ്ഥമാക്കിയവൻ. റമദാൻ നോമ്പ് നോറ്റുകൊണ്ട് ഈ വക ലക്ഷ്യങ്ങളൊക്കെ സാക്ഷാത്കരിക്കുകയും യഥാർത്ഥമാക്കുകയും ആ പുണ്യം നേടുകയും ചെയ്യാൻ കഴിയുന്നവനിക്കുള്ള സന്തോഷത്തിന്റെ അവസരമാണ് യഥാർത്ഥത്തിൽ പെരുന്നാൾ. റമസാൻ നോമ്പ് റമദാനിന്റെ നോമ്പ് നോക്കാതെ വയറു നിറച്ച് ഭക്ഷിച്ച് നടന്ന് അള്ളാഹുവിനെ ധിക്കരിച്ച് പെരുന്നാളാകുമ്പോൾ മാത്രം ആ പെരുന്നാൾ ആഘോഷിക്കുന്നതിന് അർത്ഥമില്ല. പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ മഹത്വം മനസ്സിലാക്കുകയും അത് നേടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാത്തവന്റെ പെരുന്നാൾ യഥാർത്ഥത്തിൽ കേവലം ഒരു അഭിനയം മാത്രമാണ്. കാരണം രണ്ട് സന്തോഷങ്ങളാണ് പെരുന്നാളിലൂടെ ഒരു മുഅ്മിനായ മനുഷ്യനിക്കുണ്ടാകുന്നത്. ഒന്ന്, അവന്റെ ജീവിതാസ്വാദനങ്ങൾ തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന സന്തോഷം.
നോമ്പ് കാലത്ത് പലതും അവന് വിലക്കപ്പെട്ടതായിരുന്നു. അവൻ ഉദ്ദേശിച്ചാലും ആഗ്രഹിച്ചാലും അതിലേക്ക് തിരിയാനോ അത് ഭക്ഷിക്കാനോ അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്താനോ അവന് കഴിയാത്ത ഒരു ചെങ്ങലക്കിടുന്ന അവസ്ഥയായിരുന്നു നോമ്പിനിക്കാനുണ്ടായിരുന്നത്. അതെല്ലാം അവസാനിച്ച് അവനുണ്ടായിരുന്ന ജീവിതാസ്വാദനങ്ങളെല്ലാം വീണ്ടും തിരിച്ചു കിട്ടി എന്നുള്ളൊരു സന്തോഷമാണ് പെരുന്നാളിലുള്ള ഒരു സന്തോഷം. തീരെ നോമ്പ് നോക്കാത്തവന് പിന്നെന്തൊരു സന്തോഷമാണത്. അവനക്ക് ഇങ്ങനത്തെ ഒരു തടസ്സം ഒരു വിലക്കും ഉണ്ടായിട്ടില്ലല്ലോ, പിന്നത് സന്തോഷം. പിന്നെ രണ്ടാമത് സന്തോഷം ജീവിതത്തിൽ വലിയൊരു പരീക്ഷണം നേരിട്ട് വിജയിക്കാൻ സാധിച്ചു എന്ന സന്തോഷമാണ്. നോമ്പ് എന്നത് വലിയൊരു പരീക്ഷണം തന്നെയാണ്. മഹാന്മാരായ ചില ആളുകൾ പറഞ്ഞതുപോലെ ഏതേത് വിഭാഗത്തിനേക്കാളും മനുഷ്യനെ മെരുക്കിയെടുക്കുന്ന ഏറ്റവും വലിയ അവനെ പാകപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭാഗത്ത് നോമ്പാണ്. അങ്ങനെയാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ സൃഷ്ടിച്ചപ്പോൾ അവനോട് ചോദിച്ചത്ര നീ ആരാണ്, ഞാൻ ആരാണ്, നീ ആരാന്ന് ചോദിച്ചു. അപ്പൊ അത് പറഞ്ഞത്രേ അന അന്ത അന്ത ഞാൻ തന്നെ, നീ തന്നെ. ബുദ്ധിക്ക് അല്ലാഹു തആല വിശപ്പ് കൊടുത്തു. ആ ബുദ്ധിക്ക് അല്ലാഹു വിശപ്പ് കൊടുത്ത് അതിനെ ശക്തിയായിട്ട് അല്ലാഹു പരീക്ഷണത്തിന് വിധേയമാക്കി. എന്നിട്ട് അല്ലാഹു തആല ചോദിച്ചു, ഞാൻ ആരാണ്, നീ ആരാണ്? അപ്പൊ ആ ബുദ്ധി പറഞ്ഞത്രേ, പടച്ചവനെ, നീ എൻ്റെ റബ്ബാണ്, നീ എൻ്റെ സംരക്ഷകനാണ്, നീ അല്ലാതെ എനിക്ക് ആരുമില്ല, ഞാൻ നിന്റെ പാവപ്പെട്ട അടിമയാണ്. അപ്പോൾ എൻ്റെ കിബറും അഹങ്കാരമൊക്കെ പോയി. ആ ബുദ്ധിന്റെ അഹങ്കാരവും കിബറൊക്കെ പോയി. അവൻ വിനയവും താഴ്മയും പ്രകടിപ്പിക്കാനും അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ അംഗീകരിക്കാനും തുടങ്ങി. വിശപ്പിട്ട അള്ളാഹുത്തിലെ പരീക്ഷപ്പെടാൻ ഉണ്ടായത്. അതുപോലെ നോമ്പ് എന്നത് വലിയൊരു ഇബാദത്താണ്, വലിയൊരു പരീക്ഷണമാണ്. ആ ജീവിത പരീക്ഷണം നേരിട്ട് വിജയിച്ചതിലുള്ള, അതിന് വിജയിക്കാൻ സാധിച്ചു എന്നതിലുള്ള ഒരു സന്തോഷമാണ് നോമ്പിനുള്ളത്. ഈ സന്തോഷവും നോമ്പ് നോക്കാത്തവനിക്കില്ലല്ലോ. ഓനെന്ത് പരീക്ഷണത്തെ നേരിട്ടത്. അതുകൊണ്ട് നോമ്പ് നോക്കാത്ത ഒരാൾക്ക് പെരുന്നാളിന്റെ ആഘോഷമല്ല, അവനതൊരു കേവലം അഭിനയം മാത്രമാണ്. നാം ഒരു പരീക്ഷണത്തിന് നേരിട്ട് വിജയിക്കുമ്പോൾ അതുണ്ടാകുന്ന ഒരു സന്തോഷം നീ നോക്കൂ. നാം നോമ്പ് നോക്കുന്നത് തന്നെ ഈ സന്തോഷത്തിന് വേണ്ടിയാണ്, അല്ലെ? ഈ പരീക്ഷണം നേരിട്ടിട്ട് അതിൽ വിജയിച്ചു എന്നുള്ളൊരു സന്തോഷം നമുക്ക് കിട്ടാൻ വേണ്ടി തന്നെയാണ് നാം നോമ്പ് നോക്കുന്നത്. ഏതുപോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കരിങ്കലിനോട് മല്ലടിച്ചുകൊണ്ട് വിഷമിച്ചും പ്രയാസപ്പെട്ടും തൊഴിൽ ചെയ്യുന്നൊരു മനുഷ്യൻ അവസാനം അവന് ശമ്പളം കിട്ടുമ്പോൾ, അതിന്റെ കൂലി അവന്റെ കയ്യിൽ കിട്ടുമ്പോൾ അവനുണ്ടാകുന്ന സന്തോഷം. അതേപോലെ തന്നെ വളരെയധികം വിഷമം പ്രയാസവും സഹിച്ച് തൻ്റെ ഉറ്റവരെയും ഉടയവരെല്ലാം ഉപേക്ഷിച്ച് വിദേശത്ത് പോയി പ്രയാസകരമായ ജോലി ചെയ്യുന്ന ആളുകൾ അവർ നാട്ടിലേക്ക് വീടണയുമ്പോഴുള്ള അവരുടെ ആ സന്തോഷം. ഇതേപോലത്തെ ഒരു സന്തോഷമാണ് പരിശുദ്ധ റമദാൻ മാസത്തിൽ വലിയൊരു പരീക്ഷണം നേരിട്ട പരീക്ഷണത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ള അവന്റെ സന്തോഷമാണ് പെരുന്നാളിന്റെ രണ്ടാമത്തെ രഹസ്യം. ഇതും നോമ്പ് നോക്കാത്ത ആൾക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ നോമ്പ് നോക്കാത്തവനക്ക് പെരുന്നാൾ എന്നത് കേവലം ഒരു അഭിനയം മാത്രമാണ്. അതുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കാൻ നാം തയ്യാറെടുക്കുമ്പോൾ അതൊരു ഇബാദത്താണെന്ന് മനസ്സിലാക്കി ആ ഇബാദത്തിന് അനുയോജ്യമായ കാര്യങ്ങൾ മാത്രം ചെയ്ത് അള്ളാഹുവിന്റെ പ്രീതിയും അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ നാം കൂടുതൽ ശ്രമിക്കുകയാണ് വേണ്ടത് എന്ന് ഈ അവസരത്തിൽ നാം മനസ്സിലാക്കുക. ശവ്വാലിന്റെ മാസപ്പിറവി ദർശിക്കലോടൊപ്പം അല്ലെങ്കിൽ റംസാൻ 30 പൂർത്തിയാവുന്നതോടൊപ്പം നമുക്ക് നിർബന്ധമായി വരുന്ന മറ്റൊരു ഇബാദത്താണ് ഫിത്ർ സക്കാത്ത്. ഇന്നത്തെ കാലത്ത് ഫിത്ർ സക്കാത്ത് നിർബന്ധമില്ലാത്തവർ ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും അത് നിർബന്ധമായി വരും എന്നാണ്. കാരണം പെരുന്നാൾ ദിവസത്തെ പകലിനും രാത്രിക്കും ആവശ്യമായ ഭക്ഷണം അവനിക്കും അവന്റെ ആശ്രിതർക്കും അവൻ ചെലവ് കൊടുക്കുന്ന നിർബന്ധമായ ആളുകൾക്കും പെരുന്നാളിന്റെ പകലിനും രാത്രിക്കും ആവശ്യമായ ഭക്ഷണം, പെരുന്നാളിന്റെ പകല് ശേഷം വരാൻ പോകുന്ന രാത്രി അതിനേക്കുള്ള ഭക്ഷണം, അതുപോലെ തന്നെ അവനാവശ്യമായ വസ്ത്രം, താമസിക്കാൻ അവനക്കൊരു വീട്, അതുപോലെ തന്നെ അവനക്ക് കടമുണ്ടെങ്കിൽ ആ കടവും കഴിച്ച് മിച്ചമുള്ള ആളുകൾ, കാർഡ് കൊടുക്കാനുള്ള സമ്പത്ത് മിച്ചമുള്ള ആളുകൾ അത് കൊടുത്തേ തീരുള്ളൂ. അത് തടിയുടെ തക്കാത്താണ്, സമ്പത്തിന്റെ തക്കാത്തല്ല, മുതലുള്ളവർക്കുള്ള തക്കാത്തല്ലത്. നമ്മുടെ തടിയെ ശുദ്ധീകരിക്കാനുള്ള തടിയുടെ തക്കാത്താണ്. ഇന്നിപ്പോ ഏതൊരാളും അവനൊരു വീടെടുത്ത് ഒരു 5 സെന്റ് സ്ഥലത്ത് താമസിക്കുന്നവനാണെങ്കിൽ അവനിക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമാകും. കാരണം
അവന് താമസിക്കാനുള്ള വീടും ആ വീടിന്റെ പരിസരവും കഴിച്ചാൽ 5 സെന്റ് സെന്റിൽ ഏതായാലും 1-2 സെന്റ് ബാക്കി ഉണ്ടാവില്ലേ, 1-2 സെന്റ് ബാക്കി ഉണ്ടാവില്ല. അത് വിറ്റാൽ കിട്ടുന്ന കാശ് അന്നത്തെ പെരുന്നാളിന്റെ ചെലവുകൾ കഴിച്ച് മിച്ചമുണ്ടാവുമല്ലോ, ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പൊ അവൻ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതിൽ അവന്റെ പറമ്പ് അതുപോലെ തന്നെ അവനുള്ള മറ്റു വസ്തുക്കളൊക്കെ ഉൾപ്പെടുത്തും. അപ്പൊ പെരുന്നാളിന്റെ പകലിനും രാത്രിക്കും ആവശ്യമായ ചെലവും താമസിക്കാൻ ആവശ്യമായ വീടും വസ്ത്രവും കടമുണ്ടെങ്കിൽ ആ കടവും കഴിച്ച് ബാക്കി മിച്ചമുള്ള ആളുകളൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന നിർബന്ധം. ഫിത്ർ സക്കാത്ത് വാങ്ങുന്നവർ തന്നെ അത് കൊടുക്കേണ്ടിയും വരും. അവർക്കും നിർബന്ധമായിട്ട് വരും ചിലപ്പോൾ. കാരണം നോമ്പിന്റെ അവസാന ദിവസം അവർക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ഫിത്ർ സക്കാത്ത് കിട്ടി. അങ്ങനെ നോക്കുമ്പോൾ കുറെ ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീട്ടിൽ അവർക്ക് സംഭരിക്കാൻ സാധിച്ചു. അത് പെരുന്നാൾ ദിവസത്തെ ചിലവും പകലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയും ബാക്കി ഉണ്ടാവും. അവർക്കാണ് താമസിക്കാൻ വീടുണ്ട്, വസ്ത്രവുമുണ്ട്, കട കാര്യമായിട്ടൊന്നുമില്ല. അങ്ങനത്തെ പാവങ്ങളാണെങ്കിൽ പോലും അവരും ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ വാങ്ങുന്നവനും കൊടുക്കേണ്ട അവസ്ഥയിൽ വരും. എന്താ ഫിത്ർ സക്കാത്തിന്റെ രഹസ്യം എന്ന് ചോദിച്ചാൽ, എല്ലാവരും ഒരുപോലെ സന്തോഷത്തോടു കൂടെ പെരുന്നാൾ ആഘോഷിക്കുക. ഒരാഘോഷം എന്നുള്ള നിലക്ക് 1-2-3 ദിവസമൊക്കെ ജോലിക്ക് പോവാതെ ലീവ് എടുക്കുകയുള്ള പതിവുണ്ടാവുക. അപ്പൊ ആ ജോലിക്ക് പോവാതെ പതിവെടുക്കുന്ന ദിവസങ്ങളിൽ പോലും അവർക്കൊരു അലലും അലട്ടും ഇല്ലാതെ, അവർക്ക് ഭക്ഷ്യധാന്യത്തിൽ കുറവ് വരാതെ, അതിൽ വിഷമം വരാതെ അവർക്ക് ജീവിക്കാനുള്ള ഒരു വക ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുമുള്ളവർ വിഷമിക്കുമ്പോൾ ഹൃദയമുള്ളവനിക്ക് ആനന്ദിക്കാനും സന്തോഷിക്കാനും കഴിയില്ല എന്നാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും സന്തോഷിക്കട്ടെ എന്നുള്ള നിലക്ക്, പെരുന്നാൾക്കാരൻ 2-3 ദിവസമൊക്കെ ലീവ് എടുത്തിട്ട് അവൻ സന്തോഷിക്കട്ടെ എന്നുള്ള നിലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും മേൽ അതിനെ കടമയാക്കി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുവാസാദ ചെയ്തുകൊണ്ട് സഹായിച്ചുകൊണ്ട് അവരെ ഓരോരുത്തർക്കും നാം താങ്ങും തണലുമായി നിൽക്കലാണ് ഇതിന്റെ ഉദ്ദേശം. നമ്മുടെ ശരീരത്തിനെ ശുദ്ധീകരിക്കലും കൂടിയാണ്. അതുകൊണ്ട് അത് നിർബന്ധമില്ലാത്തവർ ഉണ്ടാവുകയില്ല എന്നാണ്. ഇനി നമുക്കതിനെ സംബന്ധിച്ചും കുറച്ച് വിവരണങ്ങൾ കൂടി പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള നാളെയോടും പറഞ്ഞ് ഈ വർഷത്തെ നമ്മുടെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ.